ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് അശോകത്തൊലി കൊണ്ടുള്ള ഔഷധങ്ങളൊക്കെ ആയുർവേദത്തിൽ തയ്യാറാക്കുന്നതായിട്ട് നിങ്ങൾക്ക് അറിയാലോ. അശോകാരിഷ്ടമൊക്കെ നിങ്ങൾക്ക് അറിയില്ലേ? ഇത് മാത്രമൊന്നല്ല, ഒട്ടനവധി ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധ വൃക്ഷമാണ് അശോകം. ഓക്കെ, അപ്പൊ അതിന്റെ വിശദാംശങ്ങളിലേക്ക് കടക്കാം ഇന്ന്. അപ്പൊ ഇന്നത്തെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുക. എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് നിങ്ങളെ ഏൽപ്പിക്കുകയാണ്. ഇത് ഏകദേശം ഒരു 6 മീറ്റർ കൂടുതൽ ഉയരത്തിൽ വരെ വളരുന്ന ഒരു മീഡിയം സൈസ് ട്രീ ആണ്. പണ്ട് കാലങ്ങളിലൊക്കെ ഇത് ധാരാളം സ്ഥലങ്ങളും ഭൂമിയൊക്കെ ഉണ്ടായിരുന്ന കാലത്ത് വീട്ടുമുറ്റത്തൊക്കെ ധാരാളം പൂക്കളൊക്കെ ഉണ്ടാവാനായിട്ട് വെച്ച് പിടിപ്പിക്കാറുണ്ട്. ഓക്കെ, പിന്നെ അത് മാത്രമല്ല, ഇത് ഹിന്ദു മതാചാരപ്രകാരവും അതുപോലെ ബുദ്ധ മതാചാരപ്രകാരവും ഒക്കെ ചില വിശ്വാസങ്ങളും ഇതിന് പുറകിലുണ്ട്. മറ്റൊരു വിശ്വാസം അശോകം എന്നാണല്ലോ ഇതിന്റെ പേര്, അതായത് ശോകത്തെ ഇല്ലാതാക്കുന്നത്. ഈ വൃക്ഷം നമ്മൾ വീട്ടുമുറ്റത്ത് നട്ടുപിടിപ്പിക്കുകയാണെങ്കിൽ ശോകം, ദുഃഖം ഇല്ലാതാകുന്നതാണ് ഒരു വിശ്വാസം, അഥവാ അന്ധവിശ്വാസം. ഓക്കെ, ഇതിന്റെ ഔഷധ ഗുണം പൊതുവായിട്ട് പറയുകയാണെങ്കിൽ ഒരു യുട്രൈൻ ടോണിക് ആണ്. അതായത് ഗർഭാശയത്തെ ബലപ്പെടുത്തുന്നതിനായിട്ട് ഉപയോഗിക്കുന്ന ഔഷധങ്ങളിലാണ് അശോകത്തെ പെടുത്തിയിട്ടുള്ളത്. ഇതിന്റെ ബൊട്ടാനിക്കൽ നെയിം സെറാക്ക ഇൻഡിക്ക എന്നാണ്. ലെഗുമിനോസ് ഫാമിലിയാണ്. മലയാളത്തിലെ അശോകം എന്ന് പറയുന്നു, സംസ്കൃതത്തില് അശോക അല്ലെങ്കിൽ ഹേമപുഷ്പ എന്നൊക്കെയാണ് സംസ്കൃതം പേരുകൾ. ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട്, ആയുർവേദ ഔഷധങ്ങൾ തയ്യാറാക്കാനായിട്ട് ഇതിന്റെ പൂവും, അശോകത്തിന്റെ പൂവ്, അശോകത്തിന്റെ തൊലിയാണ് ഉപയോഗിച്ചു വരുന്നത്. ഇനി ഈ ഔഷധ വൃക്ഷത്തിന്റെ ആയുർവേദ പ്രോപ്പർട്ടീസ് ഒന്ന് പരിശോധിക്കാം നമുക്ക്. ഇതിന്റെ രസം കഷായ തിക്ത രസമാണ്, കടുവിഭാഗമാണ്, സ്നിഗ്ധ ഗുണമാണ്, ശീതവീര്യമാണ്. പിന്നെ ഇതിന്റെ മറ്റ് ഔഷധ ഗുണങ്ങൾ പറയുകയാണെങ്കിൽ വിഷഹരത്വമുണ്ട്. ശരീരത്തിലൊക്കെ കടന്നുകൂടുന്ന വിഷാംശങ്ങളെ നിർവീര്യമാക്കുന്നതിന് സഹായകരമാകുന്നുണ്ട്. അതുപോലെ രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ട് വരുന്ന രോഗാവസ്ഥകളിലൊക്കെ ഇതിന്റെ ആ വിഷഹരത്വം നമുക്ക് ഫലപ്രദമാകുന്നുണ്ട്. അതുപോലെ പ്രധാനമായിട്ടും ഗർഭാശയ ശുദ്ധി വരുത്തുന്നതിനും ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ്, യൂട്രസുമായി ബന്ധപ്പെട്ട് സ്ത്രീ രോഗങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിലാണ് അശോകത്തൊലി ചേർത്ത് വരുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ചു വരുന്നത്. അതുപോലെ തന്നെ രക്തസ്തംഭന പ്രോപ്പർട്ടി ഉണ്ട്, ബ്ലീഡിംഗ് അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീ രോഗങ്ങളിൽ PCOD, അതുപോലെ ഡിസ്മിനോറിയ, പെയിൻഫുൾ മെൻസ്ട്രേഷൻ, ഇറഗുലർ സൈക്കിൾസ്, അതുപോലെ എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിംഗ്, ഇത്തരം കണ്ടീഷനിലൊക്കെ കൊടുക്കുന്ന ഔഷധങ്ങൾ തയ്യാറാക്കുന്നത് അശോകത്തൊലിയും കൂടെ ചേർത്താണ്. അതുമാത്രമല്ല, മറ്റും പല ഔഷധങ്ങളും ചേർക്കുന്നുണ്ടെന്നർത്ഥം. ഗൈനക്കോളജിക്കൽ ഡിസോർഡേഴ്സ് സ്ഥിരീ രോഗങ്ങൾക്ക് മാത്രമല്ല കേട്ടോ, അതായത് വയറുവേദനയോ അർശസോ പ്രവാഹിക എന്നൊക്കെ പറയുന്ന അവസ്ഥ, അതുപോലെ രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ട് തൊലിപ്പുറമെ ഉണ്ടാകുന്ന പല രോഗാവസ്ഥകൾ, ഇത്തരം അവസ്ഥകളിലൊക്കെ അശോകത്തൊലി ചേർത്ത് തയ്യാറാക്കുന്ന ഔഷധങ്ങൾ ഉപയോഗിച്ചു വരുന്നുണ്ട്. ഇനി അടുത്തായിട്ട് ഈ അശോകത്തൊലി കിട്ടുമെങ്കിൽ, അശോകവൃക്ഷമൊക്കെ നിങ്ങൾക്ക് തിരിച്ചറിയും, നിങ്ങളുടെ വീടുകളിലൊക്കെ ഉണ്ട്, നിങ്ങൾക്ക് അത് ലഭ്യമാണെങ്കിൽ അത് ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില പൊടിക്കൈകളും കൂടെ നിങ്ങൾ അറിഞ്ഞിരിക്കുന്നതല്ലേ. ഇനിയിപ്പോ അങ്ങനെ നിങ്ങൾക്ക് കിട്ടുന്നില്ലെങ്കിലും അത് വാങ്ങിക്കാനായിട്ട് കിട്ടും, മാർക്കറ്റിൽ ലഭ്യമാണ്. ഓക്കെ, അശോകത്തൊലി വാങ്ങിക്കാനായിട്ട് കിട്ടും, അങ്ങാടി മരുന്ന് കടകളിൽ കിട്ടുന്നതാണ് കേട്ടോ, അത് വാങ്ങി ഉപയോഗിക്കാം. അപ്പൊ അത് ഉപയോഗിച്ച് നിങ്ങൾക്ക് ചെയ്യാവുന്ന ചില ഹോം റെമഡീസ്. പക്ഷേ ഈ പറയാൻ പോകുന്ന രോഗാവസ്ഥകളെല്ലാം തന്നെ വളരെ ഗുരുതരമായ, വളരെ കാലം നീണ്ടു നിൽക്കുന്ന ക്രോണിക് കണ്ടീഷനാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തൽക്കാല ആശ്വാസം കൊണ്ട് തൃപ്തിപ്പെടരുത്. നിങ്ങൾ ഒരു ഡോക്ടറെ കൺസൾട്ടേഷന് ശേഷം കൃത്യമായിട്ടുള്ള ചികിത്സ സ്വീകരിക്കേണ്ടതാണ്. അതാണ് എനിക്ക് ഈ പൊടിക്കൈകൾ പറയാനുള്ള ഒരു മടി. ഓക്കെ, എന്നിരുന്നാലും ഇത്തരം രോഗാവസ്ഥകളിൽ ഇത് ഉപയോഗിക്കാവുന്നതാണ്. എങ്ങനെയാ തയ്യാറാക്കാന്നും പറഞ്ഞുതരാം. അപ്പൊ അശോകത്തിന്റെ തൊലിയാണ് നമ്മൾ ചെത്തിയെടുക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അത് കഴുകിയെടുത്ത് കൊത്തി നുറുക്കി ചതച്ച് ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കി ചതച്ചെടുക്കണം. അപ്പൊ നമ്മൾ ഒരു ഡോസ് കഷായം വെക്കാനായിട്ടുള്ള അളവ് നമുക്ക് 60 ഗ്രാമാണ് എടുക്കേണ്ടത്. അല്പം കൂടിയാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ പറയാറുണ്ട്, ഒരു 60 ഗ്രാം മരുന്ന് എടുക്കുക, അതിലേക്ക് ഒരു 1 ലിറ്റർ വെള്ളം ഒഴിക്കുക, എന്നിട്ട് അത് നന്നായിട്ട് ചെറുതീകരിച്ച് ഇങ്ങനെ കത്തിക്കണം, ഇളക്കി വറ്റിക്കണം. നമ്മളിപ്പോ ഗ്യാസിലൊക്കെ ആണെങ്കിൽ സിമ്മിലിടുക. ഓക്കെ, ഇപ്പൊ പണ്ട് കാലങ്ങളിലൊക്കെ ആണെങ്കിൽ പുളിവിറക് കൊണ്ടൊക്കെ അടുപ്പ് പൂട്ടി അതിലൊക്കെയാണ് കഷായം വെച്ചിരുന്നത്. ഇപ്പൊ നിങ്ങൾ ഗ്യാസിലൊക്കെയാണ് തയ്യാറാക്കണമെങ്കിൽ അതിങ്ങനെ വറ്റിച്ച് ഒരു 250 മില്ലി ആകുമ്പോൾ ആ ചണ്ടി അരിച്ച് മാറ്റണം അതിൽ നിന്ന്. ഓക്കെ, എന്നിട്ട് അത് വീണ്ടും അരിച്ചെടുത്തിട്ട് വീണ്ടും കുറുക്കി വറ്റിച്ച് പകുതിയാക്കി വറ്റിക്കുക. അപ്പൊ 125 മില്ലി ആയാലോ, അത് പകുതി വീതം. 125 മില്ലിയും കഴിക്കുന്നതുകൊണ്ട് വിരോധമില്ല ഒരു ഡോസായിട്ട്. പക്ഷെ ഒരു 60 മില്ലി വീതം രാവിലെയും വൈകിട്ടുമായിട്ട്, കാലത്തും രാത്രിയും ഭക്ഷണത്തിന് ഒരു അരമണിക്കൂർ മുമ്പ് കഴിക്കുക. ഓക്കെ, ഇങ്ങനെ പതിവായിട്ട് കഴിക്കാമെങ്കിൽ നമുക്ക് സ്ത്രീ രോഗങ്ങൾ, പ്രധാനമായിട്ട് എക്സസീവ് മെൻസ്ട്രൽ ബ്ലീഡിങ്, അതുപോലെ വളരെ പെയിൻഫുൾ ആയിട്ടുള്ള പീരീഡ്സ്, ആർത്തവ സമയത്ത് ഉണ്ടാകുന്ന അമിതമായിട്ടുള്ള വേദന, അടിവയറ്റിലുണ്ടാകുന്ന വേദന, അമിതമായിട്ടുള്ള എക്സസീവ് ബ്ലീഡിങ്, PCOD പോലത്തെ കണ്ടീഷനുകൾ, അതുപോലെ ലുക്കോറിയ, വൈറ്റ് ഡിസ്ചാർജ്, വെള്ളപ്പോക്ക്, അസ്ഥിയുരുക്കം എന്ന് പറയുന്നില്ലേ, ഈ അവസ്ഥയിൽ ഒക്കെ ഇത് ഉപയോഗിക്കാവുന്നതാണ്. വിഷഹരത്വം ഉണ്ടെന്നും രക്തശുദ്ധി വരുത്താൻ സഹായകരമാകും. രക്തദൂഷ്യവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾ ഉപയോഗിക്കാന്ന് പറഞ്ഞല്ലോ. അതായത് ഈ ചൊറി, ചിരങ്ങ്, ഇതൊക്കെ രക്തദൂഷ്യം കൊണ്ടുണ്ടാവുന്ന, അതുപോലെ കരപ്പൻ, കുട്ടികൾക്കൊക്കെ ഉണ്ടാവുന്ന കരപ്പനില്ലേ, ആ അവസ്ഥയിൽ നമുക്ക് ഇതിന്റെ പൂവില്ലേ, അശോക പൂവ് അരച്ച് കൽക്കനാക്കിയിട്ട് ചേർത്ത് കാച്ചിയെടുക്കുന്ന വെളിച്ചെണ്ണ പുരട്ടിയിടുന്നത് ഇത്തരം കരപ്പനും ചൊറി, ചിരങ്ങ്, ഇത്തരം അവസ്ഥകളിലൊക്കെ ശമനം കിട്ടുന്നതിന് സഹായകരമാവും. അതുപോലെ തന്നെ മറ്റൊരു വിധിയും കൂടി ഉണ്ട്. അതായത് അശോകത്തൊലി, അശോകപ്പട്ട നമുക്ക് പാൽക്കഷായമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ സ്ത്രീ രോഗവുമായിട്ട്, ആർത്തവ ക്രമക്കേടുകളുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന രോഗാവസ്ഥകൾക്കൊക്കെ ശമനം കിട്ടുമെന്ന് പറയുന്നു. അതായത് കഷ്ടാർത്തവം, ദുഷ്ടാർത്തവം എന്നൊക്കെയാണ് വിളിക്കുക. അതായത് ഇറഗുലർ സൈക്കിൾസ്, ക്ലോട്ട്സ് ഉണ്ടാവുക, കട്ടകൾ ഉണ്ടാവുക, അല്പമായിട്ട് പോവുക, എക്സസീവ് ബ്ലീഡിംഗ് ഉണ്ടാവുക, ഈ അവസ്ഥയിലൊക്കെ അശോകത്തൊലി പാൽക്കഷായമായിട്ട് എടുക്കാം. അതിന് ഇതുപോലെ തന്നെ 60 ഗ്രാം അശോകത്തൊലി കഴുകി കൊത്തി നുറുക്കി ചതച്ചിടുക, അതിലേക്ക് 1 ഗ്ലാസ് പാലും 2 ഗ്ലാസ് വെള്ളവും ഒഴിച്ചിട്ട് അത് ചെറുതീകരിച്ച് കത്തിച്ച് കുറുക്കി വറ്റിച്ച് പാലളവാക്കി വറ്റിക്കുക. എന്നിട്ട് അത് അരിച്ചെടുത്തിട്ട് അത് രാത്രിയിലും കാലത്തും ഭക്ഷണത്തിന് മുമ്പ് പതിവായിട്ട് കഴിക്കുന്നത് ഈ പറഞ്ഞ ഫലം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിലൊക്കെ ഉപയോഗിക്കാം. അശോകത്തൊലി പ്രധാനമായിട്ടും സ്ത്രീ രോഗങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. ഇതിപ്പോൾ
ഇപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള ഔഷധ വൃക്ഷം തന്നെയാണ്. അന്യം നിന്ന് പോകുന്ന വൃക്ഷമൊന്നുമല്ല, അവൈലബിൾ തന്നെയാണ്. ഓക്കെ, അശോകാരിഷ്ടമൊക്കെ തയ്യാറാക്കാനായിട്ടാണ് കൂടുതൽ ഉപയോഗിക്കുന്നത്. സ്ത്രീ രോഗങ്ങളാണ് കൂടുതലായിട്ട് ഉപയോഗിച്ച് വരുന്നത്. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് മുൻപ് ചെയ്തിട്ടുള്ള വീഡിയോകളുടെ ലിങ്ക് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കയറി കാണാവുന്നതാണ്. ഞാൻ ഡോക്ടർ സേവ്യർ.